അമ്മേ, പാമ്പ്! അയ്യോ, അരുത് സതി, അത് വരനാഗമാണ്. വരനാഗമോ? അതെ, ഇന്ന് സൂര്യാസ്തമനത്തിന് ശേഷം എനിക്ക് കിട്ടിയ ശാപം നിറവേറപ്പെട്ടു. ഈ നാഗത്തിന്റെ ദംശനമേറ്റ് ഞാൻ മരിക്കും. ഇല്ല, ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സംഭവിക്കില്ല. മോനെ, നിനക്ക് മാത്രമേ നിന്റെ അച്ഛനെ രക്ഷിക്കാൻ കഴിയൂ. അമ്മ പറയുന്നത് പോലെ മോൻ ചെയ്യുമോ? എങ്കിൽ വരൂ. സതി, സതി, എന്റെ മോനെ കൊണ്ടുപോകരുത്. സതി, എന്റെ മോനെ കൊണ്ടുപോകരുത്. സതി! മോനെ, ആ വാതിലിന്റെ നേർക്ക് നാഗമാണിക്യം കാണിക്കേ. മോനെ, അമ്മ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. സൂര്യൻ അസ്തമിക്കാറായി. മോൻ ഓടിപ്പോയി ചെപ്പെടുത്തോണ്ട് വാ. ചെല്ലു മോനെ. രാജാ, പേടിക്കണ്ട, ഞാൻ കരടിയല്ല, മാമൻ. ആരാ? കരടി മാമൻ. മോൻ ചെപ്പെടുക്കാൻ വന്നതല്ലേ? അതെ, അമ്മ വാരക നിപ്പുണ്ട്. പേടിക്കാതെ എന്റെ കൂടെ വാ. ചെപ്പ് മാമൻ കാണിച്ചു തരാം. മോനെ, ആ കാണുന്ന പാതാളമാ, സൂക്ഷിച്ച് നടക്ക്. കരടിമമ്മ, കരടിമമ്മ, അതാ പാമ്പ്. മോയിനി വാ. രാജാ, ചെപ്പ് അതായിരിക്കുന്നു. വേഗം കയറി എടുത്തോ. വേഗം. കരടിമമ്മ, കൈ എത്തുന്നില്ല. മാമൻ വരാം.
ഇവിടെ നിൽക്കരുത്, ഓടിപ്പോകും. സൂര്യാസ്തമനത്തിന് മുമ്പ് വീട്ടിലെത്തണം. ആ മോൻ പോ. കരടിമാമനെ ഞാൻ ഒരിക്കലും മറക്കത്തേയില്ല. ഈ മോതിരം കയ്യിലിരിക്കട്ടെ. നാഗകവാടത്തിൽ മോതിരം കാണിച്ചാൽ ഗുഹാമുഖം തുറക്കും. ഇതാ ഈ മോതിരം കൊണ്ടുപോയി നാഗകവാടത്തിന് നേർക്ക് കാണിക്കുക. കവാടം തുറക്കും. എങ്ങനെ എന്റെ മണിമന്ദിരത്തിൽ കടന്നു? റാണി, അവിടുത്തെ ശാപം കൊണ്ട് വിരൂപനായി തീർന്ന ജയദേവന്റെ ഭാര്യയാണ് ഞാൻ. ദയവായി എന്റെ കുഞ്ഞിനെയും ഭർത്താവിനെയും രക്ഷിക്കണം. ഓഹോ, നീയോ? മനസ്സാവരിച്ച പുരുഷൻ എന്ന പേരിൽ വൈരൂപ്യത്തിന്റെ നേർക്ക് കണ്ണടച്ചവളാണ്. സ്ത്രീവർഗത്തിന്റെ സൗന്ദര്യബോധത്തെ അവഹേളിച്ചവളാണ്. നീ ഇത് അനുഭവിക്കണം, അനുഭവിച്ചേ തീരൂ. റാണി, അന്നിന് വെളിച്ചം പകരാൻ വേണ്ടി സ്വന്തം ജീവിതം ഇരുളിൽ മുക്കിയ മനുഷ്യ സ്നേഹിയാണ് എന്റെ ഭർത്താവ്. ആ ത്യാഗത്തിന് ശിക്ഷയായി കിട്ടിയ വൈരൂപ്യത്തെ അറുപ്പോടും വെറുപ്പോടും നോക്കാൻ എന്റെ ഹൃദയം സമ്മതിച്ചില്ല. മനസ്സാവരിച്ച പുരുഷന്റെ മനസ്സാണ് ഏറ്റവും വലുത്. നശ്വരമായി പോകുന്ന ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ശാശ്വതമായ മനസ്സിന്റെ സൗന്ദര്യം ഞാൻ കണ്ടെത്തി. അതുകൊണ്ടാണ് റാണി ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായി തീർന്നത്. കിരാതതുല്യനായ ആ വിരൂപിയുടെ മുൻപിൽ മരണമാല്യത്തിനായി തലകുനിച്ച നീ പെൺകുലത്തിനൊരു അപവാദമാണ്. ആ രാക്ഷസരൂപിയുടെ ഹൃദയത്തിന്റെ ചൂടും മാംസത്തിന്റെ ദാഹവും നുകർന്നുകൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ നീ സ്ത്രീ എന്ന പേരിന് പോലും അർഹയല്ല. റാണി, ഭർത്താവിനെ ഈശ്വരതുല്യനായി കരുതേണ്ട
ഒരു ഭാര്യയുടെ കടമയാണ് ഞാൻ നിർവഹിച്ചത്. ഒരു കുലസ്ത്രീയുടെ ധർമ്മമാണ് ഞാൻ അനുഷ്ഠിച്ചത്. പറയൂ, ഞാൻ ചെയ്തത് തെറ്റാണോ? പറയൂ. കൊട്ടാരത്തിലെ എല്ലാ സുഖങ്ങളും വലിച്ചെറിഞ്ഞിട്ട് താലി കിട്ടിയ പുരുഷന്റെ കാലടികൾ പിന്തുടർന്നവളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ നാഗലോകത്തിലേക്ക് പെറ്റു വളർത്തിയ പിഞ്ചു കുഞ്ഞിനെ പറഞ്ഞു വിട്ടവളാണ് ഞാൻ. റാണി, എന്നോട് കരുണ കാണിക്കൂ. ഇല്ല, നീ കാരുണ്യം അർഹിക്കുന്നില്ല. കടന്നു പോകൂ. നിന്റെ ദുഃഖങ്ങളുമായി നീ ജീവിതാവസാനം വരെ അലഞ്ഞു നടക്കൂ. റാണി, എന്നെ കൈവിടിയല്ലേ. എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ കാലടികളിൽ വേണ്ടി ഞാൻ യാചിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. ഇന്ന് സൂര്യാസ്തമനം കഴിയുമ്പോൾ വരനാഗത്തിന്റെ ദംശനമേറ്റ് നിന്റെ ഭർത്താവ് മരിച്ചു. നിന്റെ മകൻ ഈ ഗുഹയിൽ എവിടെയെങ്കിലും കിടന്ന് ചത്തൊടുങ്ങും. നഷ്ടപ്പെട്ട നാഗമാണിക്യം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. ശപിക്കപ്പെട്ട മനുഷ്യനെ ഭർത്താവായി സ്വീകരിച്ച നികൃഷ്ടേ, നീ എന്റെ കൺമുമ്പിൽ നിന്ന് കടന്നു പോകൂ. നിൽക്കൂ. കരുണയില്ലാത്ത മൃഗമേ, എന്റെ ഭർത്താവിനെ പ്രാപിക്കാൻ വെമ്പിയ കാമവരി പൂണ്ട നിനക്കോ ധർമ്മപത്നിയായ എനിക്കോ ശക്തി എന്നറിയണം. പതിവ്രതയായ ഒരു ഭാര്യ ഹൃദയം നൊന്ത് പറയുന്നു. ഈ നിമിഷം മുതൽ നീ ശാപഗ്രസ്തയാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നീ വിരൂപിയായി മാറും. മനോഹരമായ നിന്റെ ഈ രൂപം കരാളമായി തീരും. നിന്റെ ആടയാഭരണങ്ങളുടെ തിളക്കം അസ്തമിക്കും. ബീഭത്സിയായ നിന്നെ കണ്ട് നിന്റെ ഉറ്റവർ പോലും ഓടി ഒളിക്കും. നീ ചവിട്ടി മിതിച്ച ധർമ്മപത്നിയായ എന്റെ കാലടിയിൽ എന്ന് നിന്റെ കണ്ണുനീർത്തുള്ളികൾ വീഴുന്നോ, അന്ന് മാത്രമേ നീ ഈ ശാപത്തിൽ നിന്ന് മുക്തയാകൂ. ഇത് സത്യം, സത്യം, സത്യം. എന്താ എന്താ റാണി, ഇവളെ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടയ്ക്കൂ. കൊണ്ടുപോകൂ. അവൾ ജയദേവന്റെ ഭാര്യ. എന്നെ ശപിച്ചിരിക്കുന്നു. ഞാൻ വിരൂപിയായി തീരുമെന്ന്.